speaking from First Samuel as a series, many chapters that we have covered so far. ആമേൻ. ഹല്ലേലൂയ. പ്രഭാതത്തിൽ ഒന്ന് ശമൂവേലിന്റെ പുസ്തകത്തിൽ ഒരു ശ്രേണിയായി തന്നെയാണ് ഓരോ അധ്യായങ്ങളും നാം പഠിച്ചുകൊണ്ടിരുന്നത്. And this morning I want to kind of begin where I stopped last week. ഇന്ന് പ്രഭാതത്തിൽ എവിടെ ഞാൻ അവസാനിപ്പിച്ചു അവിടെ നിന്ന് തുടങ്ങുവാൻ ആഗ്രഹിക്കുന്നു. But at the same time there is a little bit of a problem that when I begin that portion, especially those who have not heard what I have covered, the portion that I want to speak does not make much meaning. ആമേൻ. ഞാൻ എന്ത് കവർ ചെയ്തുവോ അത് ഇവിടെ പുതിയതായിട്ട് വന്നവർക്ക് അത് ഒരു പക്ഷേ മനസ്സിലാകത്തില്ല. അത് പറയാതെ പോയിരുന്നാൽ അത് മനസ്സിലാകാൻ സാധ്യമല്ല. And I don't like repeating, but at the same time I want to kind of say a few things to bring the context. വീണ്ടും വീണ്ടും പറയുന്നതിൽ ആഗ്രഹമല്ല, എങ്കിലും അതിന്റെ സന്ദർഭം ഒന്ന് ചുരുക്കി പറഞ്ഞുകൊണ്ട് മുമ്പോട്ട് ഓടുവാൻ ആഗ്രഹിക്കുന്നു. And the storyline goes that the Israel was ruled by the judges about 500 years. 500 വർഷക്കാലം ഇസ്രായേൽ ജനത്തെ ന്യായാധിപന്മാരാൽ റൂൾ ചെയ്തിരുന്നത്. And the last judge was Samuel, the prophet Samuel. ശമൂവേൽ പ്രവാചകനായിരുന്നു അവസാനത്തെ ന്യായാധിപനായി കാണുന്നത്. And at that time the people came and said, we want a king and no more the judges. ആ സമയത്തേക്കാണ് ന്യായാധിപന്മാരെ ഇനി ആവശ്യമല്ല, ഞങ്ങൾക്കൊരു രാജാവിനെ വേണമെന്ന് ഇസ്രായേൽ ജനം മുമ്പിൽ വന്ന് പറയുന്നു. And the prophet Samuel took this desire or the demand to the Lord. അവരുടെ ആവശ്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ ആഗ്രഹങ്ങൾ ദൈവസന്നിധിയിലേക്ക് ശമൂവേൽ പ്രവാചകൻ കൊണ്ടുവരുന്നു. And God said, appoint a king for them. അവർക്ക് വേണ്ടി ഒരു രാജാവിനെ വാഴിക്കുവാൻ തക്കവണ്ണം ദൈവം ശമൂവേൽ പ്രവാചകനോട് പറയുന്നു. So at that point Samuel's responsibility is to appoint a king. ആ സമയത്ത് അവർക്ക് വേണ്ടി ഒരു രാജാവിനെ അംഗീകരിക്കുക വാഴിക്കുക എന്നായിരുന്നു ശമൂവേലിന്റെ But he wasn't quite sure what to do at that point. ആ സമയത്ത് എന്ത് ചെയ്യണമെന്ന് തീർച്ചയില്ലായിരുന്നു. But from there on other side God began to move. മറ്റൊരു സ്ഥലത്ത് യഹോവ ഇവിടെ പ്രവർത്തിക്കുവാൻ തുടങ്ങി. And all of a sudden God made some of the donkeys from a rich man's donkeys scatter away from the house. സമ്പന്നനായ ഒരു വ്യക്തിയുടെ ഭവനത്തിൽ നിന്ന് ചില കഴുതകൾ മിസ്സിംഗ് ആവുന്ന നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് ദൈവം കൊണ്ടുവരുന്നു. It was God's hand who was beginning to move there. Then the son of the house was going to search for the donkey. അവിടെ നിന്നുള്ള ആ വ്യക്തി സമ്പന്നനായ വ്യക്തിയുടെ മകൻ ആ കഴുതയെ അന്വേഷിച്ചു പോകുന്ന ഒരു സന്ദർഭത്തിലേക്ക് his name was Saul. ആ വ്യക്തിയുടെ പേരാണ് ശൗൽ എന്ന് പറയുന്നത്. And he searched the donkeys for about 3 days. 3 ദിവസക്കാലം ആ കഴുതയെ അന്വേഷിച്ചുകൊണ്ട് ശൗൽ കടന്നു And he finally ended up in the house of prophet Samuel. പ്രവാചകനായ ശമൂവേലിന്റെ ഭവനത്തിൽ എത്തപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നു. And that time the Lord told Samuel, here is the person that anointed him as the king. നിങ്ങൾക്ക് രാജാവിനെ വാഴിക്കേണ്ട വ്യക്തി നിന്റെ മുമ്പിലായിരിക്കുന്നവനെ വാഴിക്കുക എന്ന് യഹോവ അവനോട് പറയുന്നു. And the application that we learned from the storyline is this. ആ സംഭവങ്ങൾ നടന്നത് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരേണ്ടത് ഇങ്ങനെയാകുന്നു. God had to bring this particular soul out of his house. തന്റെ ഭവനത്തിലായിരിക്കുന്ന ശൗലിനെ പ്രത്യേകമായി ആ ഭവനത്തിൽ നിന്ന് വെളിയിലേക്ക് ദൈവം കൊണ്ടുവരേണ്ടിയിരുന്നു. Bring in front of Samuel. ശമൂവേലിന്റെ മുമ്പിലേക്ക് കൊണ്ടുവരുവാൻ തക്കവണ്ണം. And God had to bring a loss in that family. ആ കുടുംബത്തിൽ ഒരു നഷ്ടം കൊണ്ടുവരേണ്ടിയിരുന്നു. And sometimes there is one way God brings some people out. അങ്ങനെയാണ് ദൈവത്തിന് ചില ഭവനങ്ങളിൽ നിന്ന് ചിലരെ വെളിയിലേക്ക് പുറത്തെടുക്കുവാൻ ദൈവം ചെയ്യുന്നത്. Because the ordinary words will not go into their ears. ഒരു സാധാരണ ഒരു വാക്കുകൾ അവരുടെ ജീവിതത്തിൽ കടക്കത്തില്ല. So sometimes the pain and loss will come into our house. നമ്മുടെയൊക്കെ ജീവിതത്തിലെ വേദനകളും ചില നഷ്ടങ്ങളും കടന്നു വന്നെങ്കിലേ കഴിയത്തുള്ളൂ. And that's intentionally and deliberately appointed by God. അത് ദൈവത്താൽ തന്നെ സംഭവികമാകിയതാണ്. To bring somebody out. ഒരു ഭവനത്തിൽ നിന്ന് ചിലരെ പുറത്തേക്ക് വലിച്ചെടുക്കുവാൻ തക്കവണ്ണമാണ് അത് ചെയ്യുന്നത്. And because God has a great purpose. ചില പ്രത്യേക വലിയ വിളികൾ ദൈവത്തിന്റെ സന്നിധിയിൽ ഉണ്ടായതുകൊണ്ട് This soul is taking care of the farming business and he is going on that way. തന്റെ ഭവനത്തിലായിരിക്കുന്ന കൃഷിയിടങ്ങളെ നോക്കിക്കൊണ്ടുപോയിരിക്കുന്ന ഒരു ശൗല്. But that was not the calling upon his life. അതല്ലായിരുന്നു ശൗലിന്റെ ജീവിതത്തിലെ ദൈവത്തിന്റെ വിളി എന്ന് പറയുന്നത്. So God had to bring a loss in their family. അതുകൊണ്ട് ദൈവം ആ ഭവനത്തിൽ ഒരു നഷ്ടമുണ്ടാക്കി. Brother and sister, this morning again the Holy Spirit wants to speak to you. ഇന്ന് പ്രഭാതത്തിൽ ഇവിടെ ആയിരിക്കുന്ന സഹോദര സഹോദരി വ്യക്തമായി പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുന്നത്. Sometimes there is a little
little bit pain come into our house. നമ്മുടെ ഭവനത്തിൽ ചില ചെറിയ വേദനകൾ കടന്നു വരുന്നത് Sometimes all of a sudden something that we lost. നമ്മുടെ ജീവിതത്തിൽ ചില നഷ്ടങ്ങൾ പെട്ടെന്ന് തന്നെ സംഭവിക്കുന്നത് That's divinely appointed so that the God can bring the people out. ആ സംഭവിക്കുന്ന നഷ്ടം ദൈവികമായാണ്. അതുകൊണ്ട് നിങ്ങൾ അതിന്റെ അകത്തുനിന്ന് വെളിയിലേക്ക് കൊണ്ടുവരുവാൻ Because there is a greater blessing waiting for you. ഒരു വലിയൊരു അനുഗ്രഹം നിങ്ങൾക്ക് വേണ്ടി അവിടെ There is a പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. greater anointing waiting for you. വലിയൊരു അഭിഷേകം നിങ്ങൾക്ക് വേണ്ടി As കാത്തിരിക്കുന്നു. long as you sit in your house, the anointing will come upon you. നിങ്ങളുടെ ഭവനത്തിൽ നിങ്ങൾ അടങ്ങിയിരിക്കുന്ന കാലത്തോളം ആ അഭിഷേകം അവിടെ നിങ്ങൾക്ക് വരത്തില്ല. And God brought Samuel out. ആ ഈ ശൗലിനെ അതിനകത്തേക്ക് വെളിയിലേക്ക് Out of the house. ആ ഭവനത്തിനകത്തുനിന്ന് ശൗലിനെ വെളിയിലേക്ക് കൊണ്ടുവരുന്നു. And Samuel anointed him as a king. ഈ പ്രവാചകനെ ശൗലിനെ രാജാവായി വാഴിക്കുന്നു. And everything looking good. എല്ലാം നന്നായി പോകുന്നു എന്ന് തോന്നുന്നു. All of a sudden we saw chapter 11, there is a great enemy coming against ഒരു വലിയ them. ശത്രു അവരുടെ നേരെ കടന്നു വരുന്നതായി 11-ാം അധ്യായത്തിൽ കാണുന്നു. And there is a message, sometimes everything looks so fine for us. അതുവരെ എല്ലാം നന്നായി കടന്നു പോകുന്ന ഒരു അവസ്ഥ. But all of a sudden an enemy comes. പെട്ടെന്ന് തന്നെയാണ് ഒരു ശത്രു അവരുടെ മുമ്പിലേക്ക് കടന്നു വരുന്നത്. And the enemy, you remember, the enemy came and said, I am here to take control of you. ഓ നിങ്ങളുടെ മുമ്പിൽ നിങ്ങളുടെ നിയന്ത്രണം ഏറ്റെടുക്കാൻ ഞാൻ വരുന്നു എന്ന് ശത്രു പറയുന്നു. And one of the things the people said, okay, what do we need to do for you to go away from us? ഓ നീ ഞങ്ങളിൽ നിന്ന് വിട്ടുപോകേണ്ടതിന് എന്ത് ചെയ്യണമെന്ന് ഈ ഇസ്രായേൽ ജനം അവനോട് ചോദിക്കുന്നു. He said, I want to take the right eye of every one of you. നിങ്ങളായിരിക്കുന്ന നിങ്ങളുടെ വലം കണ്ണ് ഞാൻ നിങ്ങളെ ചൂഴ്ന്നെടുക്കാൻ പോകുവാന്ന് അവനോട് പറയുന്നു. That's all the enemy wanted. അതായിരുന്നു ശത്രുവിന് അവരിൽ നിന്ന് വേണ്ടുന്നത്. And what was the meaning we learned? എന്താണ് അതിൽ കൂടി നാം ആത്മീയമായി അർത്ഥമാക്കുന്നത്? The enemy wanted to diminish the eyesight of the people. ഒരു മനുഷ്യന്റെ കാഴ്ചയെ അന്ധമാക്കുക എന്നുള്ളതായിരുന്നു ശത്രുവിന്റെ He ആവശ്യം. wanted to make the people blind so that they will not fight against them. തന്റെ മുമ്പിലായിരിക്കുന്ന ജനത്തിന്റെ കണ്ണു ചൂഴ്ന്നെടുക്കുമ്പോൾ അന്ധമാക്കുമ്പോൾ ശത്രുവിന്റെ നേരെ അവർക്ക് ആക്രമിക്കാൻ കഴിയത്തില്ല. That's exactly what is happening today too. ഇന്നത്തെ കാലഘട്ടത്തിലും ഇത് തന്നെയല്ലേ ജീവിതത്തിൽ It സംഭവിക്കുന്നത്. may not be a physical blindness that the enemy bring into our lives. ഒരു പക്ഷേ നമ്മുടെ ഭൗതികമായ ഒരു അന്ധകാരമായിരിക്കും നമ്മുടെ ജീവിതത്തിൽ There കൊണ്ടുവരുന്നത്. is a spiritual blindness in us. അതിനകത്ത് ആത്മീയ അന്ധത കൂടി അടങ്ങിയിട്ടുണ്ട്. People ask me, Pastor, what is this spiritual blindness? പാസ്റ്റർ എന്താണ് ഇതിന്റെ ആത്മീയ അർത്ഥം എന്ന് പറയുന്നത്? Book of Revelation chapter 3 we read like this. ആ വെളിപ്പാടിന്റെ പുസ്തകം 3-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ Jesus Christ came to churches to visit the churches. അവിടെ ആയിരിക്കുന്ന സഭകളുടെ വിസിറ്റ് ചെയ്യാൻ തക്കണ യേശുക്രിസ്തു കടന്നു വരുന്നു. And one of the churches he came to visit is called the Church of Laodicea. ലവോദിക്യ ചർച്ചിലേക്ക് കടന്നു വന്ന് ഇങ്ങനെ പറയുന്നു. And he came and looked at the people attending there. അവിടെ ആയിരിക്കുന്ന ലവോദിക്യ സഭയെ നോക്കിയിട്ട് ഇങ്ങനെ പറയുന്നു. Amen. And the members of the church, he looked at them and said, അവിടെ ആയിരിക്കുന്ന സഭ അംഗങ്ങളെ നോക്കിയിട്ട് ഇങ്ങനെ പറയുന്നു. verse 17 and 18, he said, you are blind. നിങ്ങൾ അന്ധരായിരിക്കുന്നു എന്ന് അവരോട് പറയുന്നു. How is that possible? എങ്ങനെയാണ് അത് They സംഭവ്യമാകുന്നത്? came to the church. അവർ സഭയിലേക്ക് കടന്നു വരുന്നു. And they physically they have sight. അവരുടെ ഭൗതിക ശരീരം അവരുടെ ഭൗതിക കണ്ണാൽ അവർ But കാണുന്നുണ്ട്. when Jesus looked at them and said, you are blind. ഓ അവരെ നേരെ നോക്കിക്കൊണ്ട് പറഞ്ഞു നിങ്ങൾ അന്ധരായിരിക്കുന്നു എന്ന് He പറയുന്നു. said, you are miserable and blind. ഓ നിങ്ങൾ മിശ്രബിൾ ആയിരിക്കുന്നു, നിങ്ങൾ അന്ധരായിരിക്കുന്നു എന്ന് പറയുന്നു. Because you are not able to see the spiritual truth. ആത്മീയമായ സത്യത്തെ തിരിച്ചറിയുവാൻ തക്കവണ്ണം നിങ്ങൾ ആയിരിക്കുന്നു എന്ന് പറഞ്ഞു. Every person who is not able to recognize and see the spiritual truth, Bible called them spiritually blind. ആത്മീയ സത്യത്തെ ആഴമായി തിരിച്ചറിയാൻ കഴിയാത്ത ഓരോ വ്യക്തികളോട് പറയുന്നു നിങ്ങൾ ആത്മീയമായി അന്ധരായിരിക്കുന്നു. That's exactly what the enemy does. അതാണ് ശത്രു ചെയ്തുകൊണ്ടിരിക്കുന്നത്. In the book of Corinthians we read that the prince of this world, the enemy, blinded the hearts and minds of the people. എഴുതിയ ലേഖനത്തിൽ പറഞ്ഞു ഈ ലോകത്തിലെ അന്ധകാര ശക്തി ജനത്തിന്റെ കണ്ണുകളെ അന്ധരാക്കിയിരിക്കുന്നു. Because they are not able to see. അവർക്ക് ഈ ലോകത്തിലെ ആത്മീയ സത്യങ്ങളെ തിരിച്ചറിയാൻ കഴിയുന്നില്ല. What you and me see, they cannot see. അവർക്ക് കഴിയാത്തതിനെ എനിക്ക് നിങ്ങൾക്ക് What കഴിയുന്നില്ല. you and me read, what we understand, they cannot read and understand. ഞാനും നിങ്ങളും വായിക്കുന്നതോ അവർക്ക് വായിക്കാൻ കഴിയുന്നില്ലല്ലോ. When we read, the God speak to us. നമ്മൾ ഇത് വായിക്കുമ്പോൾ ദൈവം നമ്മളോട് But സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. for them, this is a storyline that happened years back. വർഷങ്ങൾക്ക് മുമ്പ് അവരുടെ മുമ്പിൽ അവരുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്ന ഒരു Because സംഭവം. the enemy has blinded their eyes. അവരുടെ കണ്ണ് ശത്രു കുരുടാക്കിയിരിക്കുക. Jesus told them to one thing. ഒരു കാര്യം യേശുക്രിസ്തു ഇങ്ങനെ പറയുന്നു. I have a solution for you. ഓ നിങ്ങളുടെ മുമ്പിൽ ഒരു സൊല്യൂഷൻ എനിക്കുണ്ട്. You need to buy something from me. എന്നിൽ നിന്ന് ചിലത് വാങ്ങിക്കേണ്ടിയിരിക്കുന്നു. I have the balm in my hand to heal your blindness. നിങ്ങളുടെ ആത്മീയ അന്ധതയെ ഹീൽ ചെയ്യുവാൻ തക്കവണ്ണം ഒരു അഭിഷേകത്തിന്റെ തൈലം എന്റെ കയ്യിലുണ്ട്. എന്റെ കയ്യിൽ ഒരു
ലേപമുണ്ട്. I have a balm in my hand and that you need to buy that from me. എന്റെ കയ്യിലായിരിക്കുന്ന ലേപം നിങ്ങൾ എന്റെ കയ്യിൽ നിന്ന് വില കൊടുത്ത് വാങ്ങിക്കണം. വില കൊടുത്ത് മേടിക്കണം. You need to buy that. അത് നിങ്ങൾ വാങ്ങിച്ചാൽ മതിയാകൂ. What do we give to buy that one? എന്തിനു വേണ്ടിയാ നാം ഇവിടെ ആയിരിക്കുന്നത്? എന്ത് Many വാങ്ങിക്കാൻ? people want the labor, the balm, but they are not willing to pay a price. ഇവിടെ ആയിരിക്കുന്ന ചിലത് കൈക്കൊള്ളുവാൻ, അനുഗ്രഹം വാങ്ങിക്കണം അവർക്ക് പ്രേ ചെയ്യാൻ കഴിയുന്നില്ലല്ലോ. That which you have from the worldly thing is not enough to buy the balm. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഭൗതികത കൊണ്ട് ഈ ആത്മീയമായ ലേപം വാങ്ങിക്കാൻ കഴിയത്തില്ല. Will you give yourself for that balm? നിങ്ങളെ തന്നെ ദൈവത്തിന് വേണ്ടി സമർപ്പിക്കാൻ കഴിയുമോ? Amen. Then he will give you the balm. എപ്പോൾ ഉയരത്തിൽ നിങ്ങൾക്ക് അവൻ അവിടെ നിങ്ങൾക്ക് തരും. Jesus said it is the worst thing to go into hell with the two eyes. I rather have a blind and go to heaven. രണ്ട് കണ്ണുള്ളവനായി നരകത്തിലേക്ക് പോകുന്നതിനേക്കാളും ഒരു കണ്ണോടുകൂടി സ്വർഗ്ഗത്തിൽ പോകുന്നതല്ല യേശുക്രിസ്തു വിളിച്ചു പറഞ്ഞില്ലേ? Would you give yourself to buy that balm? And Jesus said he is faithful. He will heal your blindness. ആമേൻ. യേശുക്രിസ്തു പറഞ്ഞു ഞാൻ വിശ്വസ്തനാണ്. നിങ്ങൾ അവന്റെ കയ്യിൽ നിന്ന് ലാഭം വാങ്ങിക്കുവാൻ നിങ്ങൾ സന്നദ്ധരാണോ? Amen. The enemy wanted to blind these people. ആമേൻ. ആ ജനത്തിന്റെ കണ്ണിന്റെ കാഴ്ചയെ അന്ധരാക്കാൻ ശത്രു മുമ്പിലായിരിക്കുന്നു. But then all of a sudden we can see that the Saul, the new king, said, no, we are not going to yield it to you. ആമേൻ. ഞാൻ ഇങ്ങനെ ശത്രു രാജാവ് പറയുന്നു ഞാൻ നിങ്ങളുടെ മുമ്പിൽ കീഴടങ്ങാൻ പോകുന്നില്ല. And he sent a word to the nation. ആ ജാതികൾക്കൊക്കെ ഇസ്രായേൽ ജനത്തിനൊക്കെ ഇങ്ങനെ ഒരു മെസ്സേജ് അയച്ചു. Chapter 11 verse 7 we read like this. അധ്യായം 11:7 ഇങ്ങനെ വായിക്കുന്നു. And when he sent the word to the people, said, the enemy is to fight against us. I want every one of you to come ഈ out. ശത്രുവിനോട് എതിർത്ത് നിൽക്കുവാൻ തക്കവണ്ണം ഇവിടെ ആയിരിക്കുന്ന ഓരോരുത്തരും ഇറങ്ങി തിരിക്കണം എന്നുള്ള മെസ്സേജ് കൊടുത്തു. Bible very clearly said a fear of the Lord fell upon the people. യേശു ദൈവത്തിന്റെ ഭീതി ആ ജനത്തിന്മേൽ വീണു എന്ന വചനത്തിൽ കൂടി വായിക്കുന്നു. All of a sudden 330,000 people came. 3,33,000 പേര് അവിടെ കടന്നു വരുന്നു. Amen. This is another application. ഇത് മറ്റൊരു പ്രായോഗികതയിൽ കൊണ്ടുവരാനിരിക്കുന്നു. Amen. Some people will not come out of their setting to do something for the Lord. ആമേൻ. ദൈവത്തിന് വേണ്ടി ചെയ്യുവാൻ തക്കവണ്ണം ചില ആളുകൾ വെളിയിലേക്ക് ഇറങ്ങി വരുന്നില്ലല്ലോ. Amen. Because the fear of God is not there. അവിടെ ദൈവത്തിന്റെ ഭീതി അവരുടെ ഉള്ളിലായി ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ്. I started praying for the last few weeks. The Lord send a fear into our families. ആമേൻ. ഞങ്ങളുടെ ഭവനത്തിലായിരിക്കുന്ന ചിലരുടെ മേലെ ദൈവത്തിന്റെ ഭീതി വീഴണമേ. Lord send a fear into this community. ഈ സമൂഹത്തിൽ ചില ദൈവത്തിന്റെ ഭീതി വീഴട്ടെ എന്ന് ഞാൻ They don't പ്രാർത്ഥിക്കുന്നു. want to come to serve the Lord. അവർക്ക് ദൈവത്തെ ആരാധിക്കാൻ വരണ്ടേ? They don't want the eternal life. അവർക്ക് നിത്യത ആവശ്യമില്ലാതായിരിക്കുന്നു. Lord send a fear upon the people. ദൈവത്തിന്റെ ഭീതി ജനത്തിന്മേൽ വീഴട്ടെ എന്ന് ഞാൻ Children of പ്രാർത്ഥിക്കുന്നു. God, let that be our prayer this day. അതായിരിക്കട്ടെ എന്റെ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വരുന്ന പ്രാർത്ഥന. When the fear of God come and fall upon the people, അവരിവിടെ ആയിരിക്കുന്ന ജനത്തിന്റെ മേൽ ദൈവത്തിന്റെ ഭീതി വീഴുമ്പോൾ then they will come out. അവിടെ ഉള്ളറകളിൽ നിന്ന് വെളിയിലേക്ക് അവർ ഇറങ്ങി When വരും. the fear of God come upon the family, they will come to pray. ആമേൻ. ദൈവത്തിന്റെ ഭീതി വീഴുമ്പോൾ കുടുംബത്തിൽ നിന്ന് അവർ വന്ന് പ്രാർത്ഥിക്കുവാൻ You തുടങ്ങും. and may invite the people 100 times, they will not come. But the fear of God fall upon the family, they will come seeking for prayer. പല പ്രാവശ്യം വ്യക്തികളോട് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാകാം, എന്നാൽ അവർ കടന്നു വരത്തില്ല. എന്നാൽ ദൈവത്തിന്റെ ഭീതി വരുമ്പോൾ സ്വയമേ ഇറങ്ങി വന്ന് ദൈവത്തെ അന്വേഷിക്കുവാൻ തുടങ്ങും. Because God is a mighty God. ആ സർവശക്തനായ ദൈവമാണ് നാം ആരാധിക്കുന്ന ദൈവം. So they came out in a large crowd. ആമേൻ. വലിയ ജനക്കൂട്ടമായി അവർ വെളിയിലേക്ക് ഇറങ്ങി They വരുന്നു. fought the enemy. ആമേൻ. ശത്രുവിനെതിരെ അവർ യുദ്ധം The ചെയ്തു. Ammonites were defeated. അമ്മോനിയർ തോൽവിയാകപ്പെട്ടു. And the chapter 11 we read that they were rejoicing. ആമേൻ. ഇത് കണ്ടിട്ട് 11-ാം അധ്യായത്തിൽ അവർ സന്തോഷിച്ചു എന്ന് നാം The വായിക്കുന്നു. last verse said they were rejoicing. അവർ സന്തോഷത്തിലും ആരവത്തോടുമായിരുന്നു The വായിക്കുന്നത്. chapter began with the enemy was trying to embarrass them and to bring shame into their life. ലജ്ജയിലേക്കും നാണക്കടയിലേക്കും തുടങ്ങിയ ആ ശത്രു അധ്യായം തുടങ്ങിയപ്പോൾ God brought victory and they are rejoicing ആ now. ദൈവം സർവശക്തനായ യഹോവ അവർക്ക് ജയം കൊണ്ടുവന്ന് അവർ സന്തോഷിച്ചു എന്ന് വായിക്കുന്നു. Psalms 30 verse 5 we read like this. സങ്കീർത്തനം 30:5 ഇങ്ങനെ വായിക്കുന്നു. Amen. The lamenting and weeping come in the night and go long, but the morning comes the rejoicing. സന്ധ്യയെങ്കിൽ Hallelujah. കരച്ചിൽ വന്ന് രാപാർക്കും ഉഷസ്സെങ്കിലും ആനന്ദഘോഷം വരുന്നു എന്ന് വായിക്കുന്നു. Child of God, that might be your situation. അതായിരിക്കാം സഹോദര സഹോദരി ഇന്നത്തെ Some of you situation. are crying throughout the night. ഇന്ന് കഴിഞ്ഞ രാത്രികാലം നിങ്ങൾ Your കരഞ്ഞുകൊണ്ട് pillows are soaked with the tears. നിങ്ങളുടെ തലയിണ കണ്ണുനീരിനെ കൊണ്ട് കുതിർന്നിരിക്കുവായിരുന്നു. Amen. No, you are not able to explain to people. തന്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ മറ്റുള്ളവരോട് പറയാൻ കഴിയുന്നില്ലയോ? Amen. You are keep on crying and crying. കരഞ്ഞുകൊണ്ട് ദിനങ്ങൾ ചെലവഴിക്കുമ്പോൾ
ഇരിക്കുമ്പോൾ because the enemy was trying to bring embarrassment and shame into your family. നിങ്ങളുടെ ജീവിതത്തിൽ ശത്രു നാണക്കേട് ലജ്ജ കൊണ്ടുവരുവാൻ For ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. a long time you are saying, Lord, amen, help me to lift up my face and take the shame away from me. നാളുകളായി ലജ്ജകൾ കൊണ്ട് മൂടിക്കൊണ്ടിരിക്കുന്ന ദൈവമേ, എന്നിൽ നിന്ന് ഈ ലജ്ജ മാറ്റണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. Lord, don't allow it to be a shame in front of the people. മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു ലജ്ജയാക്കാൻ എന്നെ അനുവദിക്കില്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു. But this morning the Holy Spirit want to tell you, പരിശുദ്ധാത്മാവ് ഇന്ന് പ്രഭാതത്തിൽ വിളിച്ചു പറയുന്നത്, I have seen your tears. ഞാൻ നിന്റെ കണ്ണുനീരിനെ കണ്ടിരിക്കുന്നു. I have heard your prayers. ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു. All the nights that you prayed to me. ആമേൻ. ഈ നാളുകളിൽ നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. But there is a new morning coming into your life. ഒരു നല്ല പ്രഭാതം നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരാൻ പോവുകയാണ്. You will rejoice. നീ ആരാധിക്കുന്ന, നീ സന്തോഷിക്കുന്ന ദിനം കടന്നു വരാൻ പോവുകയാണ്. Lamenting will go away. വിലാപങ്ങൾ നിന്നെ വിട്ടുപോകാൻ പോവുകയാണ്. The tears will come to an end. കണ്ണുനീരിന്റെ അവസാനം കാണുവാൻ പോവുകയാണ്. Hallelujah. That is the promise God's Holy Spirit wants to say this പരിശുദ്ധാത്മാവ് morning. വ്യക്തമായി ദൈവത്തിന് വാഗ്ദത്തം പോലെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് തരുവാൻ പോകുന്നു. Even this morning, some people, Holy Spirit clearly talked to me and said, some people walked into this place with some sort of fear. ആമേൻ. ഇന്ന് പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് ഇന്ന് പ്രഭാതത്തിൽ വിളിച്ചു പറയുന്നത്, ഇന്ന് കടന്നു വന്ന ചില ഭീതിയോടുകൂടെ നിങ്ങൾ ഇതിനകത്തേക്ക് കടന്നു വന്നതാണോ? Fear about the children, fear about the future, fear about, work, fear about, home, everything. Some kind of fear is gripping you. തലമുറകളെ ഓർത്താണോ, ജോലിയെ ഓർത്താണോ, കുടുംബത്തെ ഓർത്താണോ, ഏത് തരത്തിലുള്ള ഭീതിയോടുകൂടിയാണ് നിങ്ങൾ ഇതിനകത്തേക്ക് കടന്നു വന്നത്? But this morning, that fear needs to go. ഇന്ന് പ്രഭാതത്തിൽ ആ ഭീതി നിങ്ങളെ വിട്ടുപോകാൻ പോവുകയാണ്. Amen. The enemy will not win over your life. ശത്രു നിങ്ങളുടെ ജീവിതത്തിന്മേലെ കോൺകർ ചെയ്യത്തില്ല, വിജയിക്കത്തില്ല. Amen. God is moving in your family. ദൈവത്തിന്റെ കരം നിങ്ങളുടെ കുടുംബത്തിന്മേൽ ചലിക്കാൻ പോവുകയാണ്. God is moving in your personal life. നിങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ ദൈവം ചലിക്കാൻ പോവുകയാണ്. Hallelujah. The tears will turn into joy. Hallelujah. അവൻ കണ്ണുനീരിന്ന് ആർപ്പോടുകൂടിയാക്കാൻ പോകുന്ന ദൈവമാണ്. Hallelujah. 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 Take it the word. Amen. Embrace the word. Hallelujah. Glory to God. Glory to God. Yes, hallelujah. Glory Thank to you, God. Jesus. Glory to God. Glory to Glory to God. God. Amen. Yes, hallelujah. Praise you, Lord. Amen. Hallelujah. Chapter 11 ended with rejoicing. 11-ാം അധ്യായത്തിന്റെ അവസാന ഭാഗം ഒരു സന്തോഷത്തോടെ അവസാനിക്കുന്നു. And chapters 12 we started like this. 12-ാം അധ്യായത്തിന്റെ ആരംഭം ഇങ്ങനെ വായിക്കുന്നു. Amen. Samuel came in and said, God has given all of this thing, and now the leadership is transferring to the king, and I have done everything I can. ദൈവം നിങ്ങൾ ചോദിച്ചതെല്ലാം നിങ്ങൾക്ക് തന്നു. ഇപ്പോഴാ എന്റെ കയ്യിലുള്ള നായകത്വം ഞാൻ മറ്റൊരു രാജാവിലേക്ക് But I want to make sure one thing. ഒരു കാര്യം കൂടി എനിക്ക് നിങ്ങളിൽ നിന്ന് I stand in front of you. ഞാൻ നിങ്ങളുടെ മുമ്പാകെ ആയിരിക്കുന്നുവല്ലോ. During the past many 40 plus years of ministry, if I have done something wrong to you, please tell me. I am willing to correct ഒരു it. ന്യായാധിപൻ എന്ന നിലയിൽ 40 വർഷക്കാലം നിങ്ങളുടെ മുമ്പിലായിരുന്നു. എന്തെങ്കിലും നിങ്ങളോട് അവിഹിതമായി ചെയ്തിട്ടുണ്ടെങ്കിൽ, ഹിതമല്ലാത്ത ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് എന്നോട് പറയുവിനെന്ന് പറയുന്നു. The application is the greatest prophet Samuel was willing to correct the mistakes of his life. പ്രവാചക ശ്രേഷ്ഠനായ ശമൂവേൽ പോലും അവിടെ താൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തിരുത്തുവാൻ നിർബന്ധിതനായി സന്നദ്ധനായിരിക്കുന്നു. Child of God, we all make a mistake. നാം പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള തെറ്റുകളല്ലേ കടന്നു We വരുന്നത്. can do some offense or wrong to other people. ചില ഇടർച്ചകൾ, ചില തെറ്റുകൾ മറ്റുള്ളവർക്ക് മേൽ Sometimes through words or action we might have offended somebody. വാക്കുകളെ, പ്രവർത്തികളെ മറ്റുള്ളവരെ ഇടർച്ചയിലേക്ക് നടത്തേണ്ട സാഹചര്യം ചിലപ്പോൾ But it's not too late, but there is still opportunity to make it correct. അത് തിരുത്തുവാൻ തക്കണ അവസരങ്ങൾ ഇപ്പോഴും നിങ്ങളുടെ മുമ്പിലായിരിക്കുന്നു. Because prophet Samuel showed us an example for that. പ്രവാചക ശ്രേഷ്ഠനായ ശമൂവേൽ നമ്മുടെ മുമ്പിൽ ഒരു ഉദാഹരണമായി നിൽക്കുന്നുവല്ലോ. And the people said, you have done nothing wrong. അങ്ങ് നിങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന ജനം അവനോട് And പറയുന്നു. now that's where I stopped last week. അവിടെയാണ് ഞാൻ പറഞ്ഞ് അവസാനിപ്പിച്ചത്. And now started from verse 6 onwards. 6-ാം വാക്യം തൊട്ട് ഇങ്ങനെ വായിക്കുന്നു. Amen. Where we see that all of a sudden Samuel said, okay, I am clear in front of you. You have a good testimony about it, and God is witness. Now God has something to tell you. ഞാൻ അങ്ങ് നിങ്ങളുടെ മുമ്പിലായിരിക്കുന്നു, നിങ്ങൾ എനിക്ക് നല്ല സാക്ഷിയാണ്, ദൈവം സാക്ഷിയാണ് എന്ന് പറയുന്നു. And he said here,
he is bringing the history of Israel in front of them. ആമേൻ. ഇസ്രായേൽ ജനത്തിന്റെ ചരിത്രം ആ ജനത്തിന്റെ മുമ്പാകെ വിളിച്ചു പറയുന്നു. I am not going to read all the verses, but it's verses 6, 7, 8, 9 and 10. This is the summary. ആമേൻ. 6, 7, 8, 9 വായിക്കുമ്പോൾ അതിന്റെ ചുരുക്ക ഭാഗമായി നാം കാണുന്നുണ്ട്. He said, your God brought you out of Egypt. ആ മിസ്രയീമിൽ നിന്ന് നിങ്ങളെ ദൈവം കൊണ്ടുവന്നുവല്ലോ. And God used Aaron and Moses for that one. അഹരോനെയും മോശയെയും നിങ്ങൾക്ക് വേണ്ടി നയിക്കുവാൻ ദൈവം തിരഞ്ഞെടുത്തു. And then through the wilderness he has done so many wonders and miracles for you. മരുഭൂമിയിൽ കൂടെ നടന്നപ്പോൾ അനേകമായ അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം God ചെയ്തുവല്ലോ. defeated many enemies. നിങ്ങളുടെ മുമ്പിലായിരിക്കുന്ന ശത്രുവിനെ തോൽപ്പിച്ചു കളഞ്ഞുവല്ലോ. And verse 11 we read that he said, then many people was given to you, and they were like judges. The Lord sent Jerubbaal, meaning Gideon, Bedan, Jephthah, Shamuel, and so many people. 11-ാം വാക്യത്തിൽ അനേക ന്യായാധിപന്മാരെ യെരുബ്ബാൽ, ബദൽ, ജിഫ്ത, ശമൂവേൽ ഇങ്ങനെ പലരെ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്ന് പറയുന്നു. And he said God used them to rescue you or deliver you from the enemies. ആ ശത്രുവിന്റെ കയ്യിൽ നിന്ന് നിങ്ങളെ ദൈവം വിടുവിച്ചെടുത്തു എന്ന് വചനത്തിൽ കൂടി വായിക്കുന്നു. Very important thing. Samuel is bringing one point. God used all these people. ഇവിടെ ആയിരിക്കുന്ന എല്ലാവരെയും നിങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചു എന്ന് വിളിച്ചു പറയുന്നു. I mean, all of these people, Gideon, Samson, Jephthah, all of these people did so many mighty things. എല്ലാവരും വളരെ അത്ഭുതകരമായി ദൈവത്തെ അവർക്ക് വേണ്ടി ചെയ്തു. God's word very clearly said God used them. ആമേൻ. ദൈവം അവരെ ഉപയോഗിച്ചു എന്ന് വ്യക്തമായി അതിൽ കൂടി God is trying to tell the Israelites, it's not the people more important. God, the one who used them to bring victory, is important. ഇസ്രായേൽ ജനത്തെ തിരഞ്ഞെടുത്തവരല്ല, ദൈവം അവരെ ഉപയോഗിച്ച ദൈവമാണ് പ്രാധാന്യമെന്ന് അവരോട് വിളിച്ചു പറയുന്നു. Brother and sister, there is a great lesson to be learned. വലിയൊരു പാഠം നമ്മുടെ ജീവിതത്തിലേക്ക് ഏറ്റെടുക്കാനുണ്ട് സഹോദര സഹോദരി. In a simple example, let me tell you. ഒരു ചെറിയ ഉദാഹരണം ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവയ്ക്കട്ടെ. If I need a surgery, I go to the hospital. ഒരു സർജറി എനിക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഹോസ്പിറ്റലിൽ കടന്നു പോകും. And the doctor puts me on the table. ആ ടേബിളിലെ മേശമേൽ എന്നെ കിടത്തും. And he uses the scalpels, blades, scissors, and all kinds of gadgets to do the surgery and to take the tumor out of my body. എന്റെ ഉള്ളിലായിരിക്കുന്ന നമ്മുടെ നീക്കൊന്നൊക്കെ അതിന് വേണ്ടുന്നതായ എല്ലാ ഉപകരണങ്ങളും ഡോക്ടർ യൂസ് ചെയ്യും. And to fix my body or whatever is it. എന്റെ ശരീരത്തെ ഫിക്സ് ചെയ്യാൻ എന്ത് വേണോ അതെല്ലാം ആ ഡോക്ടർ ഏറ്റെടുത്ത് ചെയ്യും. And then the doctor comes out. എന്നിട്ട് ഡോക്ടർ ഇങ്ങനെ വന്ന് പറയും. And the family gives the news to the family. ഇങ്ങനെ വന്ന് സന്തോഷ വാർത്ത ഫാമിലിയോട് പറയും. And the family said, doctor, thank you. അപ്പൊ ഫാമിലി തിരിച്ചു പറയാം, ഓക്കെ നന്ദിയുണ്ടെന്ന് പറയും. Thank you for taking care of it. അവരെ ഏറ്റെടുത്തതിൽ നന്ദിയുണ്ടെന്ന് പറയുന്നു. I've been in that situation many times. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ പലപ്പോഴും ഞാൻ ഇത് കണ്ടിട്ടുണ്ട്. But I have not seen one person saying, we want to thank the scalpels and the blades in that place because that's what was used. എന്നാൽ അവിടെ ഒരു വ്യക്തിയും പറഞ്ഞിട്ടില്ല അങ്ങ് യൂസ് ചെയ്ത ഇൻസ്ട്രുമെന്റ്സിന് നന്ദി കൊടുക്കണമെന്ന് ഇതുവരെ പറഞ്ഞു കേട്ടതായിട്ട് എനിക്ക് എന്റെ ഓർമ്മയിൽ വരുന്നില്ല. They were the tools in the hands of the surgeon. ആമേൻ. ആ സർജന്റെ കയ്യിലെ ചെറിയൊരു വെറും ഒരു ഉപകരണം മാത്രമായിരുന്നു അവിടെ ആയിരുന്നത്. This is the greatest lesson that we need to learn. ആമേൻ. ഏറ്റവും വലിയ ഒരു പാഠമായി തന്നെ ഇത് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരണം. We're just tools in the hands of God. സർവശക്തനായ യഹോവയുടെ കയ്യിലെ വെറും ഒരു ഉപകരണം മാത്രമാണ്. We don't demand recognition. We don't need it. With always the glory and honor needs to go to God. ആമേൻ. ദൈവത്തിന് പോകേണ്ട മഹത്വവും അതിനു വേണ്ടുന്ന സ്തുതിയൊന്നും നമുക്ക് ഏറ്റെടുക്കേണ്ട ആവശ്യമില്ല. Oh, sometimes the sad and the fact is that if I say that it is not the church because of me, people baptized is not of me, people come to the saving grace of God, it is not because of me. Some people God heal is not because of me. I am nothing. I am only a tool in the hand of God. ഞാൻ ഇവിടെ ആയിരിക്കുന്ന വേറെ ഒരു ഉപകരണമാണ്. ഇവിടെ ആയിരിക്കുന്ന സമയോ ഇവിടെ കടന്നു വരുന്ന വ്യക്തികളോ ഇവിടെ ആയിരിക്കുന്ന വ്യക്തികൾക്ക് ഉണ്ടാകുന്ന രോഗശാന്തിയോ ഇതൊന്നും എന്റെ കൂടെ അല്ല, സർവശക്തനായ യഹോവയാൽ നടത്തപ്പെട്ടതാണ്. Every pastor, every minister, every evangelist must recognize that we are only a tool. Nothing can be done with us. It is the Almighty God using us. എന്നെ കേൾക്കുന്ന ശുശ്രൂഷകരായിരിക്കട്ടെ, ഇവാഞ്ചലിസ്റ്റ് ആയിക്കോട്ടെ, അവർ ചെയ്തെടുക്കുന്ന പ്രവർത്തികള് നിങ്ങളുടെ കഴിവ് കൊണ്ടല്ല, യഹോവയായ ദൈവം നിങ്ങൾ ഒരു ഇൻസ്ട്രുമെന്റ് ആയി തിരഞ്ഞെടുത്ത് ചെയ്തതാണ്. Wow, Samuel saying, Israel, never forget that God used these people to bring victory in your life. ഇസ്രായേലേ, എന്നെ കേൾക്കുന്ന ഇസ്രായേലേ, നിങ്ങളുടെ
മുമ്പിലായിരുന്ന ന്യായാധിപന്മാര് ദൈവമാണ് അവരെ നിങ്ങളുടെ മുമ്പിൽ അവരെ ഉപയോഗിച്ചതെന്ന് പറയുന്നു. Okay, then he said afterwards, he's very quickly moving and said, God has to save the following things. ആമേൻ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ദൈവം ചെയ്തെടുത്തു എന്ന് പറയുന്നു. Verse 14 and 15 is the most important verse of this chapter. ആമേൻ. 14ഉം 15ഉമാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമെന്ന് ഞാൻ പറയുന്നു. God said, I want you to go home and read, but I'm summarizing. God said, I used all these people and they brought a great victory. But time and again, you forgot me. You committed sin against me. You went after other gods and you did all these things to grieve my heart all the time. ആമേൻ. ദൈവം പറയുന്നു, നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇതുപോലുള്ള വലിയ വ്യക്തികളെയൊക്കെ തിരഞ്ഞെടുത്തു. എന്നാൽ കാലം കഴിയുന്തോറും നിങ്ങൾ എന്നെ മറന്നു, പാപത്തിലേക്ക് വീണ്ടും വഴുതി വീണു. അതെന്നെ ദുഃഖിപ്പിച്ചിരിക്കുന്ന യഹോവയായ ദൈവം പറഞ്ഞു. Brother and sister, God always does wonderful things for us. നമ്മുടെ ജീവിതത്തിൽ ദൈവം അത്ഭുതങ്ങളെ ചെയ്യും സഹോദരാ. God has done great things that he has not done for other families. മറ്റുള്ളവർക്ക് ചെയ്യാത്ത പല അത്ഭുതങ്ങളും എന്റെ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്തതല്ലേ. But time and time again, that if we forget him, that truly hurt his heart. ചില സമയങ്ങൾ ഒരുപക്ഷെ ദൈവം ചെയ്തതൊക്കെ മറന്നു പോകുന്നത് ദൈവത്തിന് അത് വേദനയായി മാറിക്കൊണ്ടിരിക്കുന്നു. Do not hurt, do not offend our God, do not grieve the Holy Spirit of God. ദൈവത്തെ ദുഃഖിപ്പിക്കരുത്, പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കാൻ നിങ്ങൾ ശ്രമിക്കരുത്. Amen. Because he has done great things. അത്ഭുതങ്ങളും അല്ലേ നമ്മുടെ ജീവിതത്തിൽ അവിടുന്ന് ചെയ്തെടുത്തത്. You are here because of the grace of God. ദൈവത്തിന്റെ കരുണ ഒന്നുകൊണ്ട് മാത്രമാണ് ഇന്ന് പ്രഭാതത്തിൽ നിങ്ങൾ ഇവിടെ You are ആയിരിക്കുന്നത്. living in great homes because of the grace of God. വലിയ ഭവനത്തിൽ നിങ്ങൾ വസിക്കുന്നുവെങ്കിലും അത് ദൈവത്തിന്റെ We കരുണ. are healthy because of the grace of God. നിങ്ങൾ ആരോഗ്യത്തിലിരിക്കുന്ന ദൈവത്തിന്റെ കരുണ ഒന്നുകൊണ്ട്. You are in this country because of the grace of God. ഈ രാജ്യത്തിലായിരിക്കുന്നത് ദൈവത്തിന്റെ കരുണ ഒന്നുകൊണ്ട് മാത്രമല്ലേ. Amen. How can you forget that? അതെങ്ങനെ നിങ്ങൾക്ക് മറക്കുവാൻ കഴിയും? Amen. Verse 14, God said, 14ാം വാക്യം ഇങ്ങനെ വിളിച്ചു പറയുന്നു, yes, I will forgive you. ഞാൻ നിങ്ങളോട് ക്ഷമിക്കാം. But if I want you to do one thing, ഒരു കാര്യം നിങ്ങൾ ചെയ്യണം. let's read this verse 14. We read like this. 14ാം വാക്യം ഇങ്ങനെ വായിച്ചെടുക്കുന്നു. I said, only if you will fear the Lord. അവൻ ദൈവത്തെ ഭയപ്പെടുവാണെങ്കിൽ, If you fear and worship the Lord, ദൈവത്തെ ഭയപ്പെട്ടവനെ ആരാധിക്കുവാണെങ്കിൽ, and if you listen to the voice of God, ദൈവത്തിന്റെ ശബ്ദത്തെ നിങ്ങൾ കേൾക്കുവാൻ തയ്യാറാകുവാണെങ്കിൽ, if you do not rebel against God and his commandments, ദൈവത്തെയോ ദൈവത്തിന്റെ കൽപ്പനയെ മറുത്തു നിൽക്കാതെ പോകുകയാണെങ്കിൽ, and if you are king and you follow God, നീയും നിന്റെ രാജാവും എന്നെ ഫോളോ ചെയ്യുവാണെങ്കിൽ, that all is well. എന്നാൽ നിങ്ങൾക്ക് എല്ലാം നന്മയായി ഭവിക്കും. Yes. He is saying, I am willing to forgive and forget all of the things that you have done till now. ഇതുവരെ നിങ്ങൾ ചെയ്തിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങളോട് ക്ഷമിക്കാൻ പോവുകയാണ്. This morning, that is the key point of the message. അതാണ് ഇന്നത്തെ ദൂതന്റെ ഏറ്റവും പ്രധാന ഭാഗമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത്. It's a message of mercy. ദൈവത്തിന്റെ കരുണയെ പറ്റിയാണ്. He is telling that you have done all these things. ഈ എല്ലാ കാര്യങ്ങളും എല്ലാം നിങ്ങൾ എന്നോട് എതിർത്ത് ചെയ്തത്. You were very ungrateful and unfaithful to me. അവിശ്വസ്തയോട് ആയിരുന്നല്ലോ നിങ്ങൾ എന്റെ മുമ്പിലായിരുന്നത്. But I am child of God, I am willing to forgive. ഇന്ന് പ്രഭാതത്തിൽ കുഞ്ഞുങ്ങളെ നിങ്ങളോട് ഞാൻ ക്ഷമിക്കാൻ പോവുകയാണ്. But I'm asking one more thing. ഒരു കാര്യം കൂടെ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു. I'm willing to give you one more opportunity. ഒരു അവസരം കൂടി നിങ്ങളുടെ മുമ്പിൽ വെക്കാൻ പോവുകയാണ്. Would you serve the God, amen, faithfully? വിശ്വസ്തയോടെ ഈ ദൈവത്തെ നിങ്ങൾക്ക് സെർവ് ചെയ്യാൻ കഴിയുമോ? Would you stop rebelling against his commandments? അവിടുത്തെ കൽപ്പനയെ നിങ്ങൾ എതിർത്ത് നിൽക്കാതെ പോകുവാൻ നിങ്ങൾക്ക് കഴിയുമോ? Would you willing to follow him now onwards? ഇപ്പം തൊട്ട് നിങ്ങൾക്ക് അവനെ ഒന്ന് പിന്തുടരുവാൻ നിങ്ങൾക്ക് കഴിയുമോ? Then God is saying, I am willing to wipe the slate clean, and now onwards everything is going to be well. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇതുവരെയുള്ള എല്ലാം കഴിഞ്ഞിട്ട് നിങ്ങൾ. That is a message to somebody here this morning. ഇവിടെ ആയിരിക്കുന്ന ചിലരോട് വ്യക്തമായി ഈ ദൂതാണ് വിളിച്ചു പറയുന്നത്. God want to make a complete changeover. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വ്യക്തമായ ഒരു ചേഞ്ച് വരുത്താൻ പോകുക. A complete new life. ഒരു പുതിയ ജീവിതം നിങ്ങളുടെ ജീവിതത്തിലേക്ക് തരാൻ പോകുക. He is willing to forget your past. നിങ്ങളുടെ കഴിഞ്ഞ കാലത്തെ മറക്കുവാൻ പോവുകയാണ്. But he is willing to give you a new future. ഒരു പുതിയ ഭാവിയെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ദൈവം തരാൻ പോകുക. There is a reason for that. അതൊരു പ്രത്യേക കാരണവും ഇതിനകത്ത് വിളിച്ചു പറയുന്നുണ്ട്. Amen. He says because you are my special people. നിങ്ങൾ എൻ്റെ പ്രത്യേക ജാതി എന്ന് വിളിച്ചു പറയുന്നു. Verse 20 and 21 we read like this. 20 21 ഇങ്ങനെ വിളിച്ചു പറയുന്നു. He is a merciful God. He said then all the people said to Samuel, pray for us and all of those things. In verse 21 we says you must not turn into the world. The Lord will not abandon his people for his great name's sake.
ആമേൻ. ദൈവത്തിന്റെ ആ വലിയ നാമത്തിനായിട്ട് തന്റെ ജനത്തെ ദൈവം തള്ളിക്കളഞ്ഞിട്ടില്ല, കൈവിടത്തില്ല എന്ന് പറയുന്നു. യഹോവ തന്റെ മഹത്തായ നാമനിമിത്തം തന്റെ ജനത്തെ കൈവിടുകയില്ല. Yes. You know why he doesn't want to forsake you and me? ആമേൻ. എന്നെ നിങ്ങളെയും കൈവിടാത്തതിന്റെ കാരണം എന്താ നിങ്ങൾക്ക് അറിയാമോ? One thing, that is his mercy, but at the same thing, he has a name, he has a reputation. ആമേൻ. ഒന്ന് ആ യഹോവയുടെ കരുണ, രണ്ട് യഹോവയുടെ ഒരു മഹത്തായ നാമമുണ്ട്. He has a reputation that he is, when he remembers his name, he has to take care of ആമേൻ. you. തന്റെ മഹത്തായ നാമം ഒഴിക്കുമ്പോൾ തന്റെ മുമ്പിലായിരിക്കുന്നവരെ അവൻ ഏറ്റെടുക്കുന്നുണ്ട്. This morning when I was praying, I said, Lord, what do you want to tell us? ആമേൻ. എന്താണ് ഇന്ന് പ്രഭാതത്തിൽ ജനത്തോട് വിളിച്ചു പറയേണ്ടത് എന്ന് ദൈവത്തോട് ചോദിച്ചപ്പോൾ God's Holy Spirit gave me this in my heart. ഇതാണ് എന്റെ ഉള്ളത്തിൽ പരിശുദ്ധാത്മാവ് പ്രകാശിപ്പിച്ചത്. Amen. God is having mercy. God is dealing with us in a merciful, compassionate way because of the following reason. ആമേൻ. ഈ പറയുന്ന കരുണയോടുകൂടി ഈ കാര്യങ്ങളെയൊക്കെ ദൈവം ഏറ്റെടുക്കാൻ പോകുന്നു. Amen. Because somebody somewhere is interceding and praying for you. ആമേൻ. എനിക്കും നിങ്ങൾക്ക് വേണ്ടി എവിടെയൊക്കെയോ ആരൊക്കെയോ ഇടുവിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. Amen. Somebody crying for you, and because when they say, Lord, in the name of Jesus, I pray for this person, and then God will have to remember his namesake and take care of the people. ആമേൻ. എവിടെയൊക്കെയോ ഇരുന്ന് ആരൊക്കെയോ യഹോവയുടെ യേശുവിന്റെ നാമത്തിൽ ഈ കുടുംബത്തെ രക്ഷിക്കണം എന്ന് പറയുമ്പോൾ ആ നാമമോർത്ത് ദൈവം അതിനെയൊക്കെ നിങ്ങളെയൊക്കെ പരിരക്ഷിച്ചു. Young people, some of your parents are crying throughout the night, which you do not know, and for his name's sake, he's protecting you. ആമേൻ. യൗവനക്കാരെ, എന്നെ കേൾക്കുന്ന യൗവനക്കാരെ, നിങ്ങളുടെ മാതാപിതാക്കന്മാർ രാത്രിയുടെ കാലങ്ങളിൽ ഇരുന്ന് നിങ്ങൾക്ക് വേണ്ടി കരയുന്നത് കൊണ്ട് മാത്രമാണ് നിങ്ങൾ ഇപ്പോഴും. Some of the children are crying and crying, and because of that, some parents are alive and wealthy and healthy this ചില morning. യൗവനക്കാരായ കുഞ്ഞുങ്ങൾ മുട്ടിന്മേൽ ഇരുന്ന് കരയുന്നത് കൊണ്ട് മാതാപിതാക്കള് ആയുസ്സോടും ആരോഗ്യത്തോടും കൂടെ ഇവിടെ ആയിരിക്കുന്നത്. But this may be the last chance. ഒരു പക്ഷേ ഇതായിരിക്കും അവസാനത്തെ അവസരം എന്ന് പറയുന്നത്. Amen. God's word says like this way. ആമേൻ. ദൈവത്തിന്റെ വചനം ഇങ്ങനെയാണ് നിങ്ങളോട് വിളിച്ചു പറയുന്നത്. It says verse 14, it says, if you fear the Lord, and towards the end it says, verse 15, if you don't do that one, 15-ാം വാക്യം ഇങ്ങനെ പറയുന്നു, നിങ്ങൾ യഹോവയുടെ വാക്ക് അനുസരിക്കാതെ ഇരുന്നാൽ my hand will be heavy against you. എന്റെ കരം നിങ്ങൾക്ക് വിരോധമായിരിക്കുമെന്ന് I പറയുന്നു. don't know, this is a hard message for me to say. ഇത് ഒരുപക്ഷെ കഠിനമായ ഒരു ദൂതായിട്ട് ഒരുപക്ഷെ നിങ്ങൾക്ക് He കേൾക്കുമായിരിക്കും. said, I am willing to forgive you. ഞാൻ നിങ്ങളോട് ക്ഷമിക്കുവാൻ ആഗ്രഹിക്കുന്നു. I am willing to give you another chance. ഞാൻ മറ്റൊരു അവസരം തരുവാൻ തക്കണ സന്നദ്ധനാണ്. Amen. This may be the last chance. ഒരുപക്ഷെ അവസാനത്തെ അവസരമായിരിക്കാം നിങ്ങളുടെ But മുമ്പിൽ if you തരുന്നത്. don't commit your life, എന്നാൽ നിങ്ങളുടെ ജീവിത ദൈവസന്നിധി if you don't surrender to the Lord, നിങ്ങൾ കർത്താവിന്റെ മുമ്പാകെ if you സമർപ്പിച്ചില്ല, don't give yourself to worship him and him alone, അവനെ മാത്രം ആരാധിക്കുവാൻ നിങ്ങൾ സമർപ്പിച്ചില്ല എങ്കിൽ, if you don't commit to serve him, അവനെ ഒന്ന് ആശ്രയിക്കുവാൻ ശുശ്രൂഷിക്കാൻ നിങ്ങൾ സമർപ്പിച്ചില്ല the എങ്കിൽ, hand of the God will be heavy upon you. ആ ദൈവത്തിന്റെ കരം ഏറ്റവും അധികം വിരോധമായിരിക്കുന്നു വചനം വിളിച്ചു When the പറയുന്നു. hand of God will become heavy, nobody can change that. ദൈവത്തിന്റെ കരം വിരോധമായാൽ ഈ ജനത്തെ ഈ ലോകത്തിലുള്ളവർക്ക് നിങ്ങൾക്ക് രക്ഷിക്കുവാൻ കഴിയത്തില്ല. That will be heavy means heavy, brother and sister. അവന്റെ സഹോദര സഹോദരി, യഹോവയുടെ കരം വിരോധമായാൽ അത് വിരോധമായി, അത് വളരെ വിരോധമായി തന്നെ ഇരിക്കും. Oh, who want the hand of God against us? നമുക്ക് ദൈവത്തിന്റെ കരം വിരോധമാവാൻ ആർക്കാണ് ആഗ്രഹമുള്ളത്? But this morning we have an opportunity to give ourselves in his hand. ഇന്ന് പ്രഭാതത്തില് അതിനുവേണ്ടി ആ ഒരു അവസരമാണ് നമ്മുടെ മുമ്പിൽ തന്നിരിക്കുന്നത്. Amen. That's all. I am not going to go through the guilt trip here. That's not my thing. I just say plainly, bluntly what the Holy Spirit gave me. പരിശുദ്ധാത്മാവ് എന്തു പറയുന്നു അത് തന്നെ ഞാൻ നിങ്ങളോട് വിളിച്ചു പറയുക ചെയ്യുന്നത്. Amen. The merciful God is ready to take us into a new experience. കരുണാസമ്പന്നനായ യഹോവ മറ്റൊരു തലത്തിലേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുവാൻ ആഗ്രഹിക്കുക. And that's the chapter 12 says. അതാണ് 12-ാം അധ്യായത്തിൽ കൂടി നമ്മോട് വിളിച്ചു പറഞ്ഞത്. And the last principle in this chapter, people asked, said, Samuel, please pray for us. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ജനം ഈ ശമൂവേൽ പ്രവാചകനോട് വിളിച്ചു പറയുന്നു. And that is a good thing. അത് നല്ലൊരു കാര്യം തന്നെ. And many people ask others to pray. പലരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അന്യോന്യം പറയാറില്ല. This is where there sometimes it's a mystery for me. ഇതൊരു ഇതിനകത്ത് ചില ചെറിയ മർമ്മങ്ങളാണ്. Many people ask others to pray for us, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് മറ്റുള്ളവരോട് പറയാറുണ്ട്. but they never pray for anybody else. എന്നാൽ അവര് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. They have no time to pray for others. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അവർ സമയം കണ്ടെത്തുന്നില്ല. But they continuously ask others, pray for me, pray for me, pray for me. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് അവർ പറയുന്നുണ്ട്. Brother and sister, it is our responsibility to pray for others too.
മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ള ഒരു ഉത്തരവാദിത്വം നമുക്കും നമ്മുടെയും ജീവിതത്തിലുണ്ട് സഹോദര. Because verse 23, 23-ാം വാക്യം it വായിക്കുമ്പോൾ said, if I don't pray for you, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാതിരുന്നാൽ I am sinning against God. ഞാൻ യഹോവയോട് പാപം ചെയ്യുന്നു. If you don't pray, it's not for anybody else. Many people limit our prayer. God protect me, bless my family, bless my children. And the prayer is limited to a very narrow circle. The word of God teaching is that Samuel says, if I don't pray for you, I commit sin against God. ശമൂവേൽ പ്രവാചകൻ പറയുന്നു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ലെങ്കിൽ ഞാൻ ദൈവത്തോട് പാപം ചെയ്യുന്നത് പോലെ നിങ്ങൾ പ്രാർത്ഥിക്കുവാൻ ഇടുക്കം വരുത്തുന്നെങ്കിൽ പ്രാർത്ഥിക്കുന്നില്ല എങ്കിൽ അതുപോലെ നിങ്ങളും ദൈവത്തോട് പാപം വരുത്തുക ചെയ്യുന്നത്. If we commit sin against God, God will not hear our prayers. ആമേൻ. ദൈവത്തോട് പാപം ചെയ്യാൻ ശ്രമിക്കുവാണെങ്കിൽ ദൈവം നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കത്തില്ല. How much of a time that we separate to pray for others? എത്ര സമയം നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നിങ്ങൾ സമയം വേർപെടുത്തിയിട്ടുണ്ട്? You are here because of other people prayer. ആമേൻ. നിങ്ങൾ ഇവിടെ ആയിരിക്കുന്ന മറ്റുള്ളവരുടെ പ്രാർത്ഥന മൂലമല്ലേ? But you don't have the time to pray for others. എന്നാൽ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തക്ക നിങ്ങൾ സമയം വേർതിരിച്ചെടുക്കുന്നില്ലല്ലോ. That's where God becomes so upset about it. അവിടെയാണ് ദൈവം ഏറ്റവും അസ്വസ്ഥനായി കാണപ്പെടുന്നത്. How many people in our churches and our neighborhood, our families have need? നമ്മുടെ സഭയിലായിക്കോട്ടെ, നമ്മുടെ ചുറ്റുപാടുമായിക്കോട്ടെ, കമ്മ്യൂണിറ്റിയിലായിക്കോട്ടെ, എത്ര പേർക്ക് ദൈവത്തിന് ആവശ്യമായിട്ടുണ്ട്? How many people are daily facing the eternity? They're going into hell. ആമേൻ. എത്ര പേര് ചുറ്റുപാടുമായിരിക്കുന്നവര് നരകത്തിന്റെ അരികിലേക്ക് കടന്നു പോകുന്നു. But if we don't pray, who will pray? അവർക്ക് വേണ്ടി നാം പ്രാർത്ഥിച്ചില്ലെങ്കിൽ മറ്റാര് പ്രാർത്ഥിക്കുവാനുണ്ടാകും? Amen. Then we are committing sin against God. അപ്പോൾ നമ്മൾ അവിടെ പ്രാർത്ഥിക്കാത്ത ഇടത്തോളം കാലം ദൈവത്തോട് നമ്മൾ പാപം ചെയ്തുകൊണ്ടിരിക്കുക. Church only can provide some opportunity, some time for people to pray. ആ പ്രാർത്ഥിക്കാൻ തക്കവണ്ണം സഭ ചില സമയങ്ങളിൽ നിങ്ങൾക്ക് സമയം വേർതിരിച്ചു തരുന്നുണ്ട്. Wednesday prayer line, Thursday prayer line, Friday. I mean, these are all some opportunity to come and pray for other people. ബുധനാഴ്ച, വ്യാഴാഴ്ച, വെള്ളിയാഴ്ച ഇവിടെയൊക്കെ ജനങ്ങൾക്ക് കടന്നു വന്ന് പ്രാർത്ഥിക്കാനുള്ള ഒരു അവസരം സഭ തരുന്നില്ലേ? But if you don't do that one, അത് നിങ്ങൾ യഥാർത്ഥമായി ചെയ്തില്ല എങ്കിൽ I want to say from the word of God, you are committing sin against God. ഈ തിരുവചനത്തിന്റെ അടിസ്ഥാനത്തിൽ വിളിച്ചു പറയട്ടെ, നിങ്ങൾ ദൈവത്തോട് പാപം ചെയ്യുക. If you don't have a personal life where you don't pray for others, take some time and pray for others, that is committing sin against നിങ്ങളുടെ God. വ്യക്തിപരമായി നിങ്ങൾ സമയം വേർതിരിച്ചെടുത്തിട്ട് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നിങ്ങൾ ഇടയായില്ല എങ്കിൽ ദൈവത്തോട് നിങ്ങൾ പാപം ചെയ്യുക. If at all nothing you heard this morning, ഇന്ന് നിങ്ങൾ ഒന്നും കേട്ടിട്ടില്ല എങ്കിൽ പോലും would you place a commitment and decision this morning? ആമേൻ. നിങ്ങൾക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ ഇങ്ങനെ ഒരു കമ്മിറ്റ്മെന്റ് എടുക്കാൻ Lord, കഴിയുമോ? at least one sin in my life that has been for a long time, I want to have a solution for that. ആമേൻ. ഇന്ന് ഒരു പ്രാവശ്യം മറ്റൊന്നും ചെയ്തില്ലെങ്കിൽ ഒരു പ്രാവശ്യം ഇതിനു വേണ്ടി ഒരു സൊല്യൂഷൻ എനിക്ക് വേണം. I have not been praying for other people. ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഇതുവരെ മുതിർന്നിട്ടില്ല. I did not have an intercessory prayer life. ഇടുവിൽ നിന്ന് കരയുന്ന ഒരു പ്രാർത്ഥന ജീവിതം എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. Oh Lord, I am committing at least all I'm asking is 5 minutes, just 5 minutes of prayer for other people. ദൈവം ദാനമായി തരുന്നതിൽ 5 മിനിറ്റ് എങ്കിലും ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി ഇടുവിൽ നിന്ന് കരയണമെന്നുള്ള ഒരു ഇതെടുക്കാൻ കഴിയും. That will be a blessing to you. അത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമായി That will be a blessing to somebody അത് else. മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമായി ഭവിക്കട്ടെ. Amen. Let's go to chapter 13. 13-ാം അധ്യായത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കും. I'm not sure that I am going to have enough time to cover that one. അത് മൊത്തം കവർ ചെയ്യാൻ കഴിയുമോ എന്ന് എനിക്കറിയത്തില്ല. But all of a sudden now Saul is a king. ആമേൻ. ശൗല് അവിടെ രാജാവായി വാഴിക്കുന്നതാണ് നമുക്ക് കാണുന്നത്. The verse 1, when we read it, different translation, different ways, it says, some translations says he has been 2 years, some translations says he is 30 years, and different ways you can see that. ചിലയിടത്ത് ചില ട്രാൻസ്ലേഷനിൽ കടന്നു 2 വർഷം എന്ന് കാണുന്നു, 30 വർഷം എന്ന് കാണുന്നു. Yes, he was a king for 2 years or 30 years, like a different way. ആമേൻ. രാജാവായിട്ട് 2 വർഷം 30 വർഷം അങ്ങനെയൊക്കെയാണ് ട്രാൻസ്ലേഷനിൽ കാണുന്നത്. Or his age 30 years old, there is not much of a clarity there. യഥാർത്ഥമായി എന്താണ് ആ ആദ്യത്തെ വാക്യത്തിൽ കൂടി പറയുന്നത് നമുക്കറിയത്തില്ല. Because we do not know the age of Saul very clearly from there. നമുക്ക് ശൗലിന്റെ യഥാർത്ഥമായ പ്രായം എത്രയെന്നും നമുക്കറിയാം. Immediately we see that he had a son called Jonathan. യോനാഥനെ പെട്ടെന്ന് തന്നെ രണ്ടാം വാക്യം കാണുന്നുണ്ട്. And he gathered 1,000 people, an army, and Saul got 2,000 people, an army. That means
the soul now has a fighting, a son at the age of fighting age. ആമേൻ. ഇവിടെ നോക്കുമ്പോൾ 2000 പേര് ശൗലിന്റെ ഭാഗത്തും 1000 പേര് യോനാഥാന്റെ ഭാഗത്തുമായിരിക്കുന്നു. യോനാഥാൻ അത്രമാത്രം വളർന്നു ഇരിക്കുന്നു എന്ന് നാം കാണുന്നുണ്ട്. Because we started with the soul as a young boy, but things moved very quickly. ഒരു യൗവനക്കാരനായി ശൗൽ തുടങ്ങിയതാണ്. And then all of a sudden, this Jonathan got 1,000 people and he went to a Philistine garrison and he attacked them and conquered them. 1000 പേരെയും കൊണ്ട് യോനാഥാൻ ഫിലിസ്ത്യർക്കെതിരെ ചെന്ന് അവരോട് യുദ്ധം ചെയ്ത് അവരെ തോൽപ്പിക്കുന്നതായിട്ട് നാം കാണുന്നുണ്ട്. This irritated the Philistines so much. ഫിലിസ്ത്യർ ഇത് കേട്ടപ്പോൾ അവരെ അധികമായി അസ്വസ്ഥരാക്കി. And the story goes that one of the Philistines said, we need to finish this Israel now. ഈ ഇസ്രായേലിന്റെ ജീവിതം അവസാനിപ്പിക്കണമെന്ന് ഫിലിസ്ത്യർ പറയുന്നു. They all of a sudden really brought a great army. ഒരു വലിയ സൈന്യത്തെ തന്നെ അവരുടെ മുമ്പിലേക്ക് കൊണ്ടുവരും. We can see that one is a 30,000 verse 5, 30,000 chariots, 6,000 horsemen and troops and multitude, and it's almost the army like the sand of a seashore. ആമേൻ. കടൽക്കരയിലെ മണൽത്തരി പോലെ 30,000 രഥം 6,000 കുതിരച്ചവരും കടൽപ്പുറത്തെ മണൽ പോലെ അവിടെ ഒരുമിച്ച് ഒന്നിച്ചുകൂടി എന്ന് വായിക്കുന്നു. And what happened now here in the verses 6 and 7? 6ഉം 7ത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കുമ്പോൾ When Israel saw this thing, ഇത് ഇസ്രായേൽ ജനം കണ്ടപ്പോൾ they ran away. അവരവിടെ നിന്ന് ഓടിപ്പോകുവാനിടയായി. They hid in caves and under the cellars and into the thickets. They, or even some people crossed the river Jordan. They were scattered and അവർ gone. ഗുഹകളിലും പള്ളക്കടലിലും പാറകളിലും അവർ യോർദാൻ റിവർ പോലും മറികടന്ന് അപ്പുറത്ത് പോയി ഒളിക്കുവാനിടയായി. What is the lesson here? എന്താണ് ഇതിന്റെ അകത്തുനിന്ന് പഠിക്കുവാൻ നാം ആഗ്രഹിക്കുന്നത്? Chapter 8 onwards, we read how many, last time Philistines came, God said thunder and delivered them. And in chapter 13, we saw that, 11, we saw that the Nahash, the Ammonite came and God gave them victory. And after all this thing, now a new, the old army coming back with a new phase. People got scared and ran. ആമേൻ. 8ാം അധ്യായത്തിൽ ദൈവം ഇടിമുഴക്കത്തോടെ വിടുവിച്ചു. 11ാം അധ്യായത്തിൽ വരുമ്പോൾ ശത്രുവിനെ തോൽപ്പിച്ചു എന്ന് കാണുമ്പോൾ ഇവിടെ വീണ്ടും ശത്രു വീണ്ടും മടങ്ങി വരുമ്പോൾ ശത്രുവിനെ കണ്ട് ഭയത്തോടെ ഒളിക്കുന്ന ഒരു ജനത്തെയാണ് നാം കാണുന്നത്. This happens in our life too. നമ്മുടെയും ജീവിതത്തിൽ ഇത് തന്നെയല്ലേ സംഭവിക്കുന്നത്? So, how many times we got victory from the enemy? ആ ശത്രുവിൽ നിന്ന് എത്ര പ്രാവശ്യം നമുക്ക് ജയം കിട്ടിയതാണ്? But in the new times, a new attack comes, all of a sudden sometimes we get panic. വീണ്ടും പുതിയ ദിനങ്ങൾ കടന്നു വരുമ്പോൾ പുതിയ ശത്രുവിന്റെ തന്ത്രങ്ങൾ വരുമ്പോൾ ചലഞ്ചുകൾ വരുമ്പോൾ നമ്മൾ വീണ്ടും. The interesting thing is, what did the people say earlier? If only I had a king, then we will fight the battle and we will win. ഞങ്ങൾക്കൊരു രാജാവ് ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ ഈ യുദ്ധം ജയിക്കുമെന്ന് മുമ്പ് പറഞ്ഞ ജനമല്ലേ ഇത്? But now the king and the people, everybody is running for their life. ഇവിടെ ആയിരിക്കുന്ന രാജാവും കൂടെയുള്ള ജനവും അവിടെ മാനാന്തരായി അങ്ങോട്ടും ഇങ്ങോട്ടും ചിതറിപ്പോകുന്ന ഒരു അവസ്ഥ. Because this is a lesson that if God is not with them, the king and they, nothing will work. ഇവിടെ ആയിരിക്കുന്ന ദൈവം കൂടെ ഇല്ലെങ്കിൽ രാജാവും ജനവും എല്ലാം ചിതറിപ്പോകുമെന്നുള്ളൊരു പാഠമാണ്. Sometimes we come into such a mindset. അങ്ങനെയുള്ള മാനസികാവസ്ഥയിൽ ചിലപ്പോൾ നാമും കടന്നു വരത്തില്ലേ? If only I have the healing, if only I have a job, if only I had a house, if my children get this thing, if I had this one, everything going to be all right. എനിക്കൊരു ജോലി ഉണ്ടെങ്കിൽ എന്റെ കുഞ്ഞിന് ജോലി ഉണ്ടെങ്കിൽ വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ എനിക്ക് ഭവനം ഉണ്ടെങ്കിൽ എന്റെ എല്ലാ കാര്യങ്ങളും നേരെയാകുമെന്നുള്ളൊരു ചിന്താഗതിയോട് പോകുന്നു. But when God gives all of those things, then we will come to the realization that none of those things will solve our problem. ദൈവം ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ തന്ന പിന്നെ അപ്പോഴും പിന്നെ നമ്മൾ ഇങ്ങനെ പറയും, ഓ ഇതൊന്നുമില്ല, ദൈവമില്ല എങ്കിൽ We ഒന്നുമില്ല. need God, and that's what they are trying to learn here. ഇവിടെ നിന്ന് പഠിക്കുന്നത് ദൈവമില്ല എങ്കിൽ ദൈവമുണ്ടേ കഴിയത്തുള്ളൂ എന്നാണ് ഇതിൽ കൂടി And പഠിക്കുന്നത്. when they were running away, അവരവിടെ നിന്ന് ഓടിപ്പോകുവാൻ ഇടയാകുന്നു. and then all of a sudden we can see Saul, King Saul is doing something there. പെട്ടെന്ന് തന്നെ നമുക്ക് ശൗൽ എന്തൊക്കെയോ ചെയ്തെടുക്കുന്നതായിട്ട് അടുത്ത വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു. Okay, because we are going through the series, I don't want you sleepy. Just listen to me a few more minutes. I'm trying to connect it, and then we will end. ആമേൻ. നിങ്ങൾ ഇവിടെ നിന്ന് ഉറങ്ങരുത്, നിങ്ങൾ കുറച്ചും കൂടെ എന്നോട് ശ്രദ്ധയോടെ കേട്ടിരിക്കണമെന്ന് ഞാൻ. What happened is the army is coming with a look at the mighty army. ആമേൻ. അവിടെ മുമ്പിലായിരിക്കുന്ന ശക്തരായ ആർമിയെ നോക്കിയേ. So previously when the last anointing and everything happened, Samuel told Saul,
you go and wait 7 days for me. ആമേൻ. ശമൂവേലിനോട് പറഞ്ഞു, നീ 7 ദിവസം അവിടെ പോയി എനിക്ക് വേണ്ടി കാത്തിരിക്കണമെന്ന് പറഞ്ഞു. And after 7 days, when 7 days end, he didn't say wait 7 days I will come. That's all he said. He didn't say end or nothing. He said wait 7 days I will come. ആമേൻ. 7 ദിവസം കാത്തിരിക്കണം. അവിടെ കാത്തിരിക്കുമ്പോൾ അതിനിടയ്ക്കോ എപ്പോഴോ ഞാൻ വന്ന് When I will come and do the burnt offering and the peace offering. ഞാൻ അവിടെ വന്നിട്ട് ഹോമയാഗങ്ങളും ഞാൻ സമാധാനയാഗങ്ങളും ഞാൻ അവിടെ ചെയ്യുന്നു. So within these 7 days, a mighty army is coming against them. ആമേൻ. ആ 7 ദിവസത്തിനുള്ളിലാണ് ശക്തരായ ആ ശത്രു കടന്നു വരുന്നത്. And they were all running out, but Saul was waiting for the arrival of Samuel. അവിടെ ആയിരിക്കുന്ന ജനം ചിതറി ഓടുമ്പോൾ ശൗൽ ശമൂവേലിന്റെ ആഗമനത്തിനായി പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. And day 1, day 2, day 3, day 4, day 5, 6, 7, no Samuel. ഒന്നാം ദിവസം, രണ്ടാം ദിവസം, മൂന്നാം ദിവസം, 4, 5, 6, 7 വരെ കാത്തിരുന്നിട്ടും ആരും വരാത്തൊരവസ്ഥ, ശമൂവേൽ വരാത്തൊരവസ്ഥ. He said, well, the army is coming. ആമേൻ. അവിടെ ശത്രു കടന്നു വരുന്നുവെന്ന് കാണുന്നു. The people are running away. അവിടെ ജനം കണ്ടു നിന്ന ജനം ചിതറി ഓടുന്നു. And he said he will come and do the peace offering and the burnt offering. ഹോമയാഗങ്ങൾ സമാധാനയാഗങ്ങൾ അവിടെ വന്ന് ശമൂവേൽ കടന്നു വന്ന് അർപ്പിക്കുമെന്ന് പറയുന്നു. But we are not able to see Samuel. എന്നാൽ ശമൂവേലിനെ അവിടെ കാണുവാൻ കഴിയുന്നില്ലല്ലോ. All of a sudden Saul said, ശൗൽ പെട്ടെന്ന് ഇങ്ങനെ പറയുന്നു, bring the burnt offering and the peace offering. ഹോമയാഗത്തിന് സമാധാനയാഗം ഇവിടെ കൊണ്ടുവരുവിനെന്ന് പറയുന്നു. He said, let me do it. ഞാനത് ചെയ്യട്ടെ എന്ന് പറയുന്നു. And he started doing it. അത് ചെയ്യുവാൻ തുടങ്ങി. The verse is so interesting in the fourth. As the now verse 8 we read like this. 8ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു. And Saul waited 7 days according to the appointed time which Samuel said to come, but he didn't come. ആമേൻ. ശമൂവേൽ നിശ്ചയിച്ചിരുന്ന അവധി അനുസരിച്ച് അവൻ 7 ദിവസം കാത്തിരുന്നുവെങ്കിൽ ശമൂവേൽ ഗിൽഗാലിൽ And he offered everything. And then verse 10. 10ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു. As soon as he was finishing up the burnt offering and peace offering. ആമേൻ. ഹോമയാഗവും സമാധാനയാഗവും കഴിച്ചു തീർന്ന ഉടനെ എന്ന് പറയുന്നു. Malayalam says കഴിച്ചു തീർന്ന ഉടനെ, but in English he says as soon as he is finishing up, the sacrifice is not over, the work is, he is only finishing up. ആമേൻ. ആ യാഗം തീർന്നിട്ടില്ല, എന്നാൽ അത് തീരുന്ന ഒരവസ്ഥയിലേക്ക് കടന്നു വരുവാ. Here comes Samuel. ശമൂവേൽ എവിടേക്ക് കടന്നു വരുന്നു. And he said, what have you done? എന്താണ് നീ ചെയ്തതെന്ന് ചോദിക്കുന്നു. My question this morning is, was Samuel late? ശമൂവേൽ അവിടെ താമസിച്ചാണോ കടന്നു വന്നത്? So many people come to the conclusion that Samuel didn't show up on the time and late, and that's why Saul did it. പലരും പറയുന്നുണ്ട് ശമൂവേൽ അവിടെ എത്തേണ്ടുന്ന സമയത്ത് എത്തിയില്ല, അതുകൊണ്ട് ശൗല് ഈ യാഗം ചെയ്തു എന്ന് പലരും പറയുന്നു. But when I meditated, this is what I got. ഞാനിത് ധ്യാനിച്ചപ്പോൾ ഇതാണ് എന്റെ ഉള്ളിൽ പ്രകാശിപ്പിച്ചത്. I can say Samuel is late only if it is the 8th day. ആമേൻ. 8ാം ദിവസമാണ് ശമൂവേൽ വന്നതെങ്കിൽ അത് താമസിച്ചെന്ന് നാം പറയാൻ കഴിയും. He came in the 7th day. അവൻ 7ാം ദിവസം തന്നെ ശമൂവേൽ അവിടെ എത്തിച്ചേർന്നിരുന്നു. In the last hours. അവൻ അവസാന മണിക്കൂറിലാണ് ശമൂവേൽ അവിടെ എത്തിച്ചേർന്നത്. But he became very impatient. അവൻ അക്ഷമനായി നിന്നിരുന്ന ഒരു ശൗല്. And he all of a sudden took the burnt offering and the peace offering. അവിടെ അക്ഷമനായിരുന്ന ശൗൽ ആ യാഗം എടുത്ത് കഴിക്കുന്നതായി കാണുന്നുണ്ട്. Samuel came and asked. അവിടെ ശമൂവേൽ കടന്നു വന്ന് ഇങ്ങനെ ചോദിക്കുന്നു, what have you done? എന്താണ് നീ ചെയ്തത്? Not because he doesn't know about it. അത് എന്ത് ചെയ്തെന്ന് അറിയാത്തത് കൊണ്ടല്ല. He wanted to know an answer from Saul. ഒരു ഉത്തരം അവനിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ ചോദിച്ചത്. And that's where he said the same thing. ഇങ്ങനെ തന്നെ അവൻ ഇങ്ങനെ മറുപടി പറയുന്നു. He gave 3 reasons. 3 കാരണങ്ങളാണ് പറയുന്നത്. In my opinion, they were 3 lame excuses. മുടന്തൻ ന്യായങ്ങൾ എന്ന് ഒരുപക്ഷേ എനിക്ക് He said, I saw the men scattering. അവൻ ജനമെന്നെ വിട്ടുചിതറുന്നു. You did not come on the set time. ഈ ചേച്ച അവധിക്ക് നീ എത്തിയില്ല. The enemy, the Philistines, were coming closer. ആമേൻ. ശത്രു ഫെലിസ്ത്യരായ എന്റെ അടുക്കിലേക്ക് അടുത്തു. So I took the burnt offering and peace offering. അതുകൊണ്ട് ഹോമയാഗവും സമാധാനവും ഞാൻ എടുത്ത് യാഗമായി എടുത്തു. Saul, you are not from the house of Levi. ആമേൻ. നീ ലേവിയയിൽ പുരോഹിതനിൽ നിന്ന് വന്ന അല്ലല്ലോ ശൗലേ. You have no right to do this. നിനക്കിത്
ചെയ്യേണ്ട ഒരു അവകാശം ഇല്ലല്ലോ എന്ന് പറയുന്നു. God, you put at the highest position in the country not because of who you are. അവൻ നീ ആരെന്ന് കണ്ടിട്ടല്ല ഈ ഇസ്രായേൽ ജനത്തിന്റെ ഏറ്റവും You yourself said you are the lowest of low and your tribe was the lowest of low. എന്റെ കുലത്തിൽ ഞാൻ ഏറ്റവും താഴ്ന്നിരിക്കുന്നെന്ന് നീ തന്നെയല്ലേ വിളിച്ചു പറഞ്ഞത്? Amen. I brought you out of there. നീ ആ കുലത്തിൽ നിന്നല്ലേ ദൈവം നിന്നെ അവിടുന്ന് I anointed you, I gave you this honor. ഞാൻ അഭിഷേകത്താലും നിന്നെ ബഹുമാനത്തോടെ നിന്നെ അവിടുന്ന് കൊണ്ടുവന്നതല്ലേ? Who asked you to do something that was not permitted for you to നീ do? അനുവദനീയമല്ലാത്തോ നീ എന്തുകൊണ്ട് നീ ഇത് ചെയ്തു? I was not late to Saul. ഞാൻ താമസിച്ചതല്ല ശൗലേ. Because at the moment you finish the worship, the thing, before even you finish it up, I showed up. യാഗം തീരുന്നതിന് കഴിയുന്നതിന് മുമ്പേ ഞാൻ നിന്റെ മുമ്പിൽ എത്തിയില്ലേ? And another thing, മറ്റൊരു കാര്യം കൂടി പറയട്ടെ. when I asked you, ഞാൻ നിന്നോട് ചോദിച്ചപ്പോൾ you are giving me the potent lame excuses. ആമേൻ. മുടന്ത ന്യായങ്ങളല്ലേ ഞാൻ ഈ ചോദിച്ചതിന് മറുപടിയായി നീ പറഞ്ഞതല്ലേ? What you needed to do was, നീ എന്തായിരുന്നു ചെയ്യേണ്ടത്? you needed to immediately acknowledge and say, oh no, I committed a sin, I am very sorry. ആമേൻ. ഇത് കേട്ട ഉടനെ ഇത് എന്നോട് ക്ഷമിക്കണം, ഞാനൊരു തെറ്റ് ചെയ്തു എന്നുള്ള ക്ഷമാപണത്തോടു കൂടിയല്ലേ നീ? He needed to fall at the feet of Samuel and say, oh no, I just ignorantly did it. ആമേൻ. അജ്ഞതയോട് അറിവില്ലായ്മ കൊണ്ട് ഞാൻ ഇത് ചെയ്തു എന്ന് എന്റെ കാൽക്കൽ വീഴേണ്ടതല്ലേ? The same thing in the Garden of Eden, and said, God asked, where are you? And then lame excuses coming up. The same years later, when Samuel asked, Saul is giving lame excuses. വർഷങ്ങൾക്ക് മുമ്പ് ആദാമിനെ ഹവ്വയെയും ചോദിച്ചപ്പോൾ അവിടെ മുടന്തൻ ന്യായങ്ങളുമായി ദൈവത്തിന്റെ മുമ്പായി വന്നപ്പോൾ വർഷങ്ങൾക്ക് ശേഷം ശമൂവേൽ പ്രവാചകൻ ശൗലിനുമാര് ചോദിക്കുമ്പോഴോ മുടന്തൻ ന്യായമല്ലേ അവന്റെ മുമ്പിൽ വെച്ചിരിക്കുന്നത്? Samuel said the most profound statement. ആമേൻ. ഇങ്ങനെയുള്ള ഏറ്റവും നല്ലൊരു സ്റ്റേറ്റ്മെന്റ് ആണ് ഇങ്ങനെ പറയുന്നത്. You acted foolishly. നീ ഭോഷത്വം പ്രവർത്തിച്ചിരിക്കുന്നു. So I am going to take the kingdom from you. നിന്റെ രാജ്യത്തെ ഞാൻ നിന്നിൽ നിന്ന് എടുക്കുന്നു. ആമേൻ. Was this a harsh word from God? ഇത് യഥാർത്ഥമായി യഹോവയിൽ നിന്നുള്ളൊരു പരുക്കൻ വാക്കുകളല്ലേ? If you look at it, it appear to be like, what did Saul is saying that I am praying, I am worshiping, I only offered a worship. What is so big deal about it? ആമേൻ. നമ്മൾ ശൗലിന്റെ ഭാഗത്തുനിന്ന് നോക്കുമ്പോൾ ശൗല് ദൈവത്തെ ആരാധിക്കുക മാത്രമേ ചെയ്തുള്ളൂ എന്ന് ഒരു പക്ഷേ നിങ്ങൾക്ക് തോന്നിയേക്കാം. He said, I just seeking the Lord's help. ആ ദൈവത്തിന്റെ ഹെൽപ്പ് സഹായം ഒന്നും അന്വേഷിക്കുകയല്ലേ ചെയ്തത്? That's where the mystery of this message is. അവിടെയാണ് ഈ ദൂതന്റെ യഥാർത്ഥ മർമ്മം അടങ്ങിയിരിക്കുന്നത്. Saul performed this worship for his own victory. തന്റെ ജയത്തിനു വേണ്ടിയാണ് ഈ ശൗല് ഇവിടുത്തെ യാഗം കഴിച്ചത്. But the worship ought to be for the glory of God. അവൻ മഹത്വത്തിനു വേണ്ടി വേണം നമ്മൾ ദൈവത്തെ ആരാധിക്കേണ്ടത്. Many people turning prayer and worship for our own protection, but this morning the Holy Spirit is saying, change the worship for the glory of God. ഇവിടെ ആയിരിക്കുന്ന പല ജനങ്ങളും തങ്ങളുടെ സുരക്ഷിതത്തിനു വേണ്ടി ദൈവത്തെ പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നാൽ ഇന്ന് പ്രഭാതത്തിൽ ദൈവനാമ മഹത്വത്തിനു വേണ്ടി ചെയ്യട്ടെ. Come to church because God will do something harm to you. God is not waiting for with a hammer to hit you because you didn't come to the church. You don't come to the church for your own thing. Come to the church for the glory of God. നിങ്ങളുടെ ഭൗതിക ആവശ്യത്തിനായിട്ടല്ല ഇവിടെ കടന്നു വരേണ്ടത്. ദൈവം എന്തെങ്കിലും എന്റെ ജീവിതത്തിൽ ചെയ്തെടുക്കുക, എന്നെ വേദനിപ്പിക്കുക എന്ന് പറഞ്ഞുകൊണ്ടല്ല ഇവിടെ ചെയ്യേണ്ടത്. ദൈവനാമ മഹത്വത്തിന് വേണ്ടി ദൈവത്തെ സന്നിധിയിലേക്ക് കടന്നു വരിക. So the message conclusion is this. ആമേൻ. ഈ മെസ്സേജ് ദൂതിന്റെ ചുരുക്കം എന്ന് പറയുന്നത് He lost. God said there won't be a continuation of dynasty in your day. The kingship will not continue. നിന്നിലായിരിക്കുന്ന രാജ്യത്വം നിന്റെ രാജ പരമ്പര നിന്നിൽ നിന്ന് മാറിയിരിക്കുന്നു എന്ന് ദൈവം But if you did not do this one, this kingship would have been forever. That's what the word of God says. ഇത് ചെയ്തില്ലായിരുന്നെങ്കിൽ ഈ രാജ്യത്വം ഈ രാജ പരമ്പര നിന്നിൽ തന്നെ സ്ഥിരമായിരുന്നു എന്ന് എന്നേക്കുമായി സ്ഥിരമാക്കുമായിരുന്നു. Kingdom forever. ആമേൻ. രാജ്യത്വം എന്നേക്കും നിനക്ക് സ്ഥിരമായിരിക്കുന്നു എന്ന് വചനത്തിൽ വിളിച്ചു പറയുന്നു. But 1 hour of impatience cost the eternal blessing. ഒരു മണിക്കൂറിന്റെ അക്ഷമന അവന്റെ ജീവിതത്തിന്റെ രാജ്യത്വം തന്നെ ഇല്ലാതാക്കിയല്ലേ? This is what somebody God is telling somebody. ഇന്ന് പ്രഭാതത്തിൽ ഇവിടെ ആൾക്കാർ ചിലരോടൊക്കെ ദൈവം വ്യക്തമായി വിളിച്ചു പറയുന്നത് 1 hour of impatience. ഒരു മണിക്കൂറിന്റെ അക്ഷമനായിരുന്നത്. Amen. He lost the generational blessing. തലമുറകളായി ലഭിക്കേണ്ടിയിരിക്കുന്ന അനുഗ്രഹമല്ലേ നഷ്ടപ്പെടുത്തിയത്? Oh, that is where I so cried out to the Lord. ഈ വചനം വായിച്ചപ്പോൾ അനവധിയായി ഞാൻ കരഞ്ഞു ദൈവസന്നിധിയിൽ ഇരുന്നു. And God said,
not only that, God said, I am looking for somebody who is going to be after my own heart. എന്റെ ഹൃദയത്തിന് ബോധിച്ചനായ മറ്റൊരുവനെ ഞാൻ കണ്ടെത്തുവാൻ പോകുന്നു എന്ന് യഹോവ He പറഞ്ഞു. said, I know, I already found. ആമേൻ, ഞാൻ ഒരുവനെ കണ്ടെത്തിയിരിക്കുന്നു എന്ന് വചനത്തിൽ കൂടി വിളിച്ചു പറയുന്നു. Let me prove it to you. ആമേൻ, ഞാനത് തെളിവോടുകൂടെ നിങ്ങളുടെ മുമ്പിൽ പറയട്ടെ. You know who was the person God's on after God's own heart? ദൈവത്തിന്റെ ഹൃദയത്തിന് ബോധിച്ചിരുന്ന ആ വ്യക്തി ആരെന്ന് നിങ്ങൾക്കറിയാമോ? It was David. അത് ദാവീദ് എന്നുള്ളൊരു വ്യക്തിയായിരുന്നു. But this time David was not even born. ആമേൻ, അവിടെ ദാവീദ് ജനിച്ചു എന്ന് പോലും ഇല്ലായിരുന്നു. Hallelujah. David was not even born. അവനെ ദാവീദ് അവിടെ ജനിക്കപ്പെട്ടിട്ടില്ലായിരുന്നു. But God said, I replaced somebody who is going to be coming. ആമേൻ, ഞാൻ ഈ ശൗലിനെ മാറ്റുവാൻ പോകുമെന്ന് ദൈവം പറയുന്നു. മാറ്റിയിട്ട് ജനിക്കാതിരിക്കുന്ന ഒരു കുഞ്ഞിന്റെ മേൽ ദൈവത്തിന്റെ വിളി വെച്ചു കൊടുക്കുക. ആമേൻ. Amen. Yes. Hallelujah. Hallelujah. Glory to God. Amen. This morning it is very serious, brother and sister. വളരെ പ്രാധാന്യത്തോടെ ഇത് നിങ്ങൾ കേൾക്കണം, ഏറ്റെടുക്കണം. Your disobedience, your impatience, that's something that you take it lightly, subtle disobedience can cause generational blessing from your life. അനുസരണക്കേടോടായിരിക്കുന്നത്, അക്ഷമനയോടായിരിക്കുന്നത് അത് നിങ്ങളുടെ തലമുറകളുടെ അനുഗ്രഹത്തിന് അത് തടസ്സമായി മാറും. Some prophets, some generational eternal blessing God is replacing and giving to somebody else. നമ്മുടെ തലമുറകൾക്ക് ലഭിക്കേണ്ട പ്രവാചകത്തിന്റെ പലവിധമായ അനുഗ്രഹങ്ങൾ അത് മറ്റുള്ളവരിലേക്ക് ദൈവം മാറ്റിക്കൊടുക്കുവാൻ ഇടയാകും. Did not happen within couple of days. Saul immediately didn't lose it. Another 38 years he ruled. ആമേൻ, പെട്ടെന്നല്ല അത് സംഭവിച്ചത്. 38 വർഷക്കാലം അതിനുശേഷവും ശൗൽ ആ രാജ്യത്തെ ഭരിച്ചു എന്ന് വായിക്കുന്നുണ്ട്. Because he was going on. Once God rejected, he was going on as a king, useless, fruitless king. ആമേൻ, യഹോവ ത്യജിച്ചു എങ്കിൽ പോലും ഒരു ഫലമില്ലാത്തവനെ പോലെ, ഒരു രാജാവ് ഫലമില്ലാത്തൊരു രാജാവിനെ പോലെ തന്നെ ഇസ്രായേലിനെ വാഴിച്ചു കൊണ്ടുപോയിരുന്നു. Listen to this humble servant. ആമേൻ, ഞാൻ പറയുന്നത് വളരെ ക്ഷമയോടെ കേൾക്കണം, താഴ്മയോടെ കേൾക്കുക. We don't want to come here. It might appear that some of the things that we do is not a big deal. And even after that one, we can continuously come to church and appear to be a pastor and appear to be a believer. But you never know. God already took the assignment. The generational blessings that's supposed to come through your family to many is taken away and given to somebody else. ഒരുപക്ഷെ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിലെ ചില ലഘുവായ കാര്യങ്ങൾ ദൈവഹിതമില്ലാത്തത് എടുത്തു കഴിയാതെ ചെയ്തിട്ടും അത് വീണ്ടും നിങ്ങൾ ദൈവസന്നിധിയിൽ ഒരു സാധാരണ പോലെ വന്നു കഴിഞ്ഞാൽ ദൈവം നിങ്ങളുടെ അനുഗ്രഹത്തെ എടുത്തിട്ട് മറ്റൊരു തലമുറയ്ക്കായി ദൈവം കൊടുക്കും. That's all I want to say this morning.